നമസ്കാരം. ഏവർക്കും ഡിവൈൻ പാത്ത് വിത്ത് അജേഷിലേക്ക് സ്വാഗതം. യുഗങ്ങൾ മാറാം, പക്ഷേ രാമായണം നൽകുന്ന സാഹോദര്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാഠങ്ങൾക്ക് മാറ്റമില്ല. ആ പവിത്രമായ രാമകഥയിലെ 4 സഹോദരന്മാരെയും ഒരേ ദിവസം ഉച്ചയ്ക്ക് മുൻപായി ദർശിക്കുന്നതിലൂടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം. ഈ 4 അമ്പലങ്ങളുടെ ഉത്ഭവത്തിനു പിന്നിൽ അതിശയകരമായ ഒരു ഐതിഹ്യമുണ്ട്. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ഈ 4 വിഗ്രഹങ്ങൾ ദ്വാരക കടലെടുത്തപ്പോൾ അറബിക്കടലിലൂടെ ഒഴുകി നമ്മുടെ കേരള തീരത്തെത്തി. അവിടെ ഉണ്ടായിരുന്ന മുക്കുവർക്ക് ഈ വിഗ്രഹങ്ങൾ ലഭിക്കുകയും തുടർന്ന് ജ്യോതിഷ വിധി അനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ അവ യഥാവിധി പ്രതിഷ്ഠിക്കപ്പെടുകയുമായിരുന്നു. തൃശൂർ, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആ പുണ്യക്ഷേത്രങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. നാലമ്പല തീർത്ഥാടനത്തിൽ ആദ്യം ദർശിക്കേണ്ട പുണ്യസങ്കേതമാണ് തൃശൂരിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തീവ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആത്മീയതയുടെയും പ്രകൃതി ഭംഗിയുടെയും ഒരു അപൂർവ സംഗമസ്ഥാനമാണ്. ശംഖ്, ചക്രം, വില്ല്, മാല എന്നിവ ധരിച്ച ചതുർബാഹു രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശ്രീരാമന്റെ ദൈവികതയും വീര്യവും ഒരേപോലെ ഒത്തുചേർന്ന ഈ വിഗ്രഹരൂപം ദർശിക്കുന്നത് തന്നെ അതീവ പുണ്യമാണ്. മീനോട്ട് വഴിപാടും വെടിവഴിപാടുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. രണ്ടാമത്തെ ക്ഷേത്രം ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രമാണ്. ഇന്ത്യയിൽ തന്നെ ഭരതന് പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഉപദേവതകളില്ല എന്നതാണ്. ഭരതസ്വാമിയുടെ അഥവാ സംഗമേശ്വരൻ്റെ ഏകാഗ്രമായ ചൈതന്യം മാത്രമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഉദരരോഗങ്ങൾ മാറാൻ ഭഗവാന് സമർപ്പിക്കുന്ന വഴുതനങ്ങ നിവേദ്യവും ഐശ്വര്യത്തിനായി സമർപ്പിക്കുന്ന താമരപ്പൂവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. യാത്ര തുടരുന്നത് എറണാകുളം ജില്ലയിലെ തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഹരീത മഹർഷിക്ക് ഭഗവാൻ ഉപദേശം നൽകിയ പവിത്രമായ ഭൂമിയാണിത്. സകല ശത്രുദോഷങ്ങളും മാറി മനഃശാന്തി ലഭിക്കാൻ ലക്ഷ്മണസ്വാമിയെ ദർശിക്കുന്നത് ഉത്തമമാണ്. അവസാനമായി നാം എത്തുന്നത് ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ്. രാമകഥയിലെ ഏറ്റവും ഇളയവനായ ശത്രുഘ്നെ ദർശിക്കുന്നതോടെ പുണ്യമായ നാലമ്പല യാത്ര പൂർണ്ണമാകുന്നു. കാര്യസിദ്ധിക്കായി സുദർശന പുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടെ വിശേഷമാണ്. കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശുഭദിനത്തിലോ ഈ നാലമ്പല ദർശനം നടത്തുന്നത് നമുക്ക് വലിയൊരു ആത്മവിശ്വാസവും ഊർജവും നൽകും. നിങ്ങൾ ഇതിനോടകം ഈ തീർത്ഥാടനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ കമൻ്റായി പങ്കുവയ്ക്കുക. ആത്മീയമായ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഡിവൈൻ പാത്ത് വിത്ത് അജേഷ് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.